തുളസി പരിപാലിച്ചിരുന്നത് ആരാ? അതെ, രാധികയായിരുന്നു. ഇളയമകന്റെ ഭാര്യ. അവരിപ്പോ ഇവിടെ ഇല്ല. മോള് തന്നെയാണ് അത് നട്ടതും പരിപാലിച്ചതും. ആർക്കും വിരോധം തോന്നിയിട്ട് കാര്യമില്ല. ആ പെൺകുട്ടി ആരായാലും ഈ കുടുംബത്തിന്റെ ഐശ്വര്യമായിരുന്നു. കുടുംബദേവതകൾ പ്രീതിയോട് അനുഗ്രഹിച്ചിരുന്നതും അവളുടെ സാന്നിധ്യം മൂലമാണ്. സത്യം പറഞ്ഞാൽ സ്വന്തം ഐശ്വര്യം നിങ്ങൾ തന്നെ ഇല്ലാതാക്കി. പ്രതിവിധി എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളത് ചെയ്യാൻ തയ്യാറാണ്. ഇവിടുത്തെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും എനിക്കറിയില്ല. പരിഹാര പൂജയായി എന്തു വേണമെങ്കിലും കുടുംബത്തിലൊരു ഐശ്വര്യ പൂജ നടത്തണം. അങ്ങനെ നടക്കുന്ന പൂജയിൽ ഈ തുളസിച്ചെടി നട്ടു എന്ന് പറയുന്ന പെൺകുട്ടി നിർബന്ധമായിട്ടും പങ്കെടുത്തിരിക്കണം. അത് നടക്കുന്ന കാര്യമല്ല. എങ്കിൽ പിന്നെ ഇതിനൊരു പരിഹാരവുമില്ല. ഞാൻ മടങ്ങാം. വരും. തിരുമേനി, ഒരു മിനിറ്റ്. ഇവിടുത്തെ ദൈവിക കാര്യങ്ങളിൽ പൊതുവെ ഞാൻ പോലും അഭിപ്രായം പറയാറില്ല. തിരുമേനി അനുസരിക്കുന്നത് തന്നെയാ നല്ലത്. തിരുമേനി പറഞ്ഞോളൂ. ആ പെൺകുട്ടിയുടെ സാന്നിധ്യത്തിൽ ഐശ്വര്യ പൂജ. പൂജയിൽ പങ്കെടുക്കുന്ന പെൺകുട്ടി ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഈ തുളസിച്ചെടി വീണ്ടും നടുക. എന്നിട്ട് ആ തുളസിച്ചെടി നശിക്കാതെ സംരക്ഷിക്കണം. പരിഹാരം അതാണ്. അതല്ലാതെ ഇതിനെതിരെയാണ് സഞ്ചാരമെങ്കിൽ സംശയം വേണ്ട. സർവനാശമാണ് ഫലം. ചേട്ടാ, സ്ഥലം MD വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളോട് എത്രയും പെട്ടെന്ന് എത്തണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒട്ടും സുഖമില്ലാത്ത ആളാ. ഗേറ്റ് ഒന്നും തുറക്കേണ്ട. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ചേട്ടാ, ദേ പുള്ളിക്കാരൻ അല്പം വയലന്റാ. ഇപ്പൊ അടങ്ങി നിൽക്കുന്നേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അകത്തേക്കുള്ള അനുമതി ഇല്ലാതെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ വയലന്റാ. ചേട്ടാ, കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ടാ ഞങ്ങൾ MD വിളിച്ച് സംസാരിച്ചത്. ചേട്ടനൊന്നും തുറക്ക്. അങ്ങനെ പുറത്തിറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ ഡോക്ടറെ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിക്കഴിഞ്ഞു സർ. ഞങ്ങളിവിടെ മുഴുവൻ പരിശോധിച്ചിട്ടേ പോകുന്നുള്ളൂ. എന്നാ പിന്നെ നമ്മുടെ രീതിമാർക്കൊന്ന് കാണിച്ചൂടെ? ചെല്ലേ. രാധിക, താനകത്ത് പോയി നോക്ക്. ഇത് ഞങ്ങൾ നോക്കിക്കോളാം.
മോളെ മോളെ മോളെ